ദൈവമായ കർത്താവേ, അനശ്വരമായ വിരുന്നിനും അഴിവില്ലാത്ത മണവരയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെ ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലൂടെ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രം ഗ്രഹിക്കുമാറാകണമേ. ഇവരെ നിറയ്ക്കണമേ. പിതാപുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, സന്തോഷോല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നതിയിൽ ആരാധിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വക്കുസുബാ ലവൽമീ.
സദായിപ്പോഴും ഇടപെടാതെ വരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്ന നേകതമായ സ്വയംഭൂവും മാതാകുമാർ തന്റെ കുമാരത്തിൽ നിന്നുകൊണ്ട് എനിക്ക് ആരാധന അടയ്ക്കുന്ന ആരാധ്യാന്തവചനവും എന്റെ പകരമായ നിമിത്തം ഞങ്ങളെല്ലാവരുടെ നേരത്തെ തോന്നി തിരുസത്തിലേക്ക് ഞങ്ങളെ തിരിവരുത്തി തന്നെ ധന്യമായി പോരുന്ന പ്രകൃതത്തെ സ്നേഹപൂർവ്വം എന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കേനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാധരിക്കുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും എന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും എത്തിക്കപ്പെടുന്ന സ്ഥലം എന്തിനുമായി ഇരിക്കുന്നവനും അന്നേ വല്ലഭത്തിനായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നതുമായ കർത്താവിന്റെ സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലൂടെകളായി സോണിക്കുന്ന ദിവസങ്ങളൊക്കെയും ശ്രീ ബഹുമാനും ആരാധനയും ഈ പരിമള ധൂപത്തോടെ യോഗ്യമാകുന്നു. ഉപലഭ്യമാകുമോ സ്വതഹായ സ്വർഗീയ സേനകളും ഭയന്നുറച്ചുകൊണ്ടെന്ന് ഓർമ്മപ്പെടുത്തി മഹോന്നതങ്ങളുടെ കൊണ്ടെന്ന് തന്റെ ശ്രേഷ്ഠ നിങ്ങൾ പരിഭ്രമിച്ച് ചെറുപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവന്യമായ തന്റെ കൃപാപ്രഭാവത്താലും നിസീമമായ തന്റെ ദയയാലും നിസാരന്മാരായ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേലുമായ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങൾ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാരോടുള്ള വികാരത്തിൽ നീ ഉദാസീനതയും നിർദ്ദക്ഷതയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിൽ നിന്നും സഞ്ചരിക്കുന്നവരും ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ആശ്രയം പ്രത്യേകിച്ചോടെ സന്നദ്ധനായി എന്റെ കണ്ണുടെ ദൈവത്തിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഈ ദാസനെയും അനുഗ്രഹിക്കണമേ. സന്തോഷിപ്പിക്കണമേ. നിന്റെ തന്നെ ജയിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിലവരെ കാത്തു നയിച്ചുകൊള്ളണമേ. സ്വർഗ്ഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയമാനവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരം ഏർപ്പെട്ട് ലാഭമുണ്ടാകുന്നവരുമായി തീരുവാൻ ഇവർക്കും സമ്മതിയാക്കണമേ. ജീവനെ കാക്ഷിക്കുന്നവരും പാപമരണമുള്ളവരും വിദൂരത്തിനായി വർദ്ധിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധയുടെ പാദത്തെ അടുത്തു വരുവാനും ശ്രമിക്കപ്പെട്ടവനായ സാധാരണ ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഹൃദയങ്ങളെ നീ സംയോജിപ്പിച്ചോടണമേ. ഞങ്ങളെ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ അർപ്പണത്തിലും തീർച്ചയുള്ളവരുമായി ആദ്യം തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സന്ദർശിച്ചും പരസ്പരം സ്നേഹിക്കുന്നവരും ക്രിസ്ത്യനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമായി ആദ്യം തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠത്തെ ആരാധിക്കുന്നവരും നിന്റെ കർത്തത്തെ പ്രീതിപ്പെടുന്നവരുമായി തീരണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ വാങ്ങിപ്പോരെ ആശ്രയിക്കുകയും സ്വർഗ്ഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. അവിടുന്ന് ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നല്ലോ. ഞങ്ങൾ നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലായ്പ്പോഴും സമർപ്പിക്കുകയും ചെയ്യുന്നു. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും പ്രിയപ്പെടുമാറാകണമേ. Give us a big
ആത്മീയമായതിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെ ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ നിന്റെ വ്രതവാദികളുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ സഹായിക്കും സദൈവ സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. നിങ്ങളുടെ പ്രതാപനെ അനുസരിക്കുകയും എന്തെന്നാൽ വിശ്വാസപ്പെട്ട് തലയും ശരീരത്തെ രക്ഷിതാവാകുന്ന പ്രകാരം ഭർത്താവിനെ ഭാര്യയാകുന്നു. സർവശിയായിക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യയും അവരുടെ ഭർത്താക്കന്മാരുടെ സ്ഥലത്ത് കീഴ്പ്പെട്ടിരിക്കണം. ഭർത്താക്കന്മാരെ മെസ്സിയാതന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിനെ ജലം കൊണ്ട് കഴുകുകയും വൈരത്താൽ മറ്റുള്ളതാക്കുകയും ഇത് അവളെ കറയുവാൻ ചുരുക്കും മറ്റേ കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണ്ണമായിട്ട് തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധമാക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സന്ദർശനങ്ങളെ അതുപോലെ ഭാര്യയെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തന്നെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ രക്ഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മെസ്സിയാസഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവർഗങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെ കൊണ്ട് തന്റെ ഭാര്യയോടെ ചേരും. അവരെ ഇരുവരും ഏകശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മെസ്സിയായെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചും പറയുന്നത് പ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും